ജാനുവരി 26 CA ഫൗണ്ടേഷൻ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. സെയിങ് പഠിച്ച് എവിടെയും എത്തിയിട്ടില്ല, കോൺഫിഡൻസ് ഇല്ല, ഞാൻ ഒരുപാട് ഉഴപ്പി. ആൻഡ് പീപ്പിൾ ഈവൻ സെയിങ് ഞാൻ ഈ അറ്റംപ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് മെയ്യിലേക്ക് നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് അറ്റൻഡ് ചെയ്താലോ എന്നുള്ളത്. സോ ഐ തോട്ട് അഡ്രസ്സിങ് ദിസ് കൺസേൺ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് റൈറ്റ് നൗ. ആൻഡ് ഈ വീഡിയോ ഫുള്ള് കാണുക. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഒരു എക്സൈറ്റിംഗ് അനൗൺസ്മെൻറ്റും ഉണ്ട് ഇൻഷാ അല്ലാഹ്. സി സ്കിപ്പ് ചെയ്താൽ എന്തുണ്ടാവുക ആസ് കമ്പയർ ടു എഴുതിയാൽ എന്തുണ്ടാവുക? സ്കിപ്പ് ചെയ്താൽ എന്തായാലും റിസൾട്ട് ഉറപ്പാണ്, ഫെയിൽ എന്നുള്ളത്. അപ്പിയർ ആയില്ല എന്നുള്ളത് ഭയങ്കര പ്രൗഡിൽ പറയേണ്ട ഒരു സംഭവമല്ല. 100% ഉറപ്പാണ്. സ്കിപ്പ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് ഇസ് ആസ് ഗുഡ് ആസ് ജാനുവരി നിങ്ങൾ ഫെയിലായി എന്നുള്ളത്. എഴുതി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ചാൻസ് എങ്കിലും ഉണ്ട് അവിടെ. ഈവൻ ഇഫ് യു ഫീൽ ചാൻസ് ഇല്ല, അറ്റ്ലീസ്റ്റ് ഞാൻ ഇത്രയും കാലം ഇപ്പോൾ ഒരു 14 ഇയേഴ്സായി ടീച്ചിങ് ഫീൽഡിൽ തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഡീൽ ചെയ്ത സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസിൻ്റെ ബേസിസിൽ ഞാൻ പറയുകയാണ്, ചാൻസ് എങ്കിലും ഉണ്ട് അവിടെ പാസ്സാവാൻ എന്നുള്ളത് ഫസ്റ്റ് തിങ്. ഇനി ഈവൻ ഇഫ് യു ആർ നോട്ട് കൺവിൻസ്ഡ് വിത്ത് ദിസ്, ഓക്കെ വാട്ട് എവർ, സ്കിപ്പ് ചെയ്തിട്ട് ആർ യു 100% ഷുവർ ദാറ്റ് മെയ് അറ്റംപ്റ്റ് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റും? നോട്ട് ഈവൻ 99%, ഐ എം ആസ്കിങ് 100% ഗ്യാരണ്ടി ഉണ്ടോ? ആൻഡ് ഇഫ് യു തിങ്ക് യെസ്, അതും ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൻ്റെ ബേസിസിൽ പറയാണ്, ചാൻസസ് ആർ ലെസ്. കാരണം CA എക്സാംസ് ഐ ക്യാൻ ഗ്യാരണ്ടി യു ദിസ്. ഇനിയിപ്പോൾ അറ്റംപ്റ്റ് ഡെഫർ ചെയ്ത് മെയിൽ പോയിട്ട് വൃത്തിക്ക് പഠിച്ചെഴുതാമെന്ന് പറയുമ്പോഴും ആ ടൈം ആകുമ്പോഴും ഇതേ തോട്ട് പ്രോസസ്സ് മൈൻഡിൽ വരും. ബിക്കോസ് ദിസ് ഇസ് നോട്ട് ലൈക്ക് നമ്മൾ ഇത്രയും കാലം പഠിച്ച സ്കൂളിലെ സിലബസ്, അല്ലെങ്കിൽ ഈവൻ ഇഫ് നിങ്ങൾ കോളേജ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ സിലബസ് പോലെയല്ല. CA എക്സാംസിൽ ഒരു 100% സാറ്റിസ്ഫാക്ഷനിൽ എക്സാം ഹാളിലേക്ക് പോവുക എന്നുള്ളത് ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ്. ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. എങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാലും കുറച്ച് അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഓർമ്മയില്ലാത്തതും വിട്ടുപോയ ടോപ്പിക്സും കാര്യങ്ങളും ഫുള്ളുണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാറ്റി വെക്കേണ്ടത് ആ ഫെയിലിയറിൻ്റെ ആ ഫിയറാണ്. ആ എലമെൻറ്റ് മാറ്റി വെച്ചാൽ തന്നെ, ബിക്കോസ് ദാറ്റ് ഈസ് വൺ തിങ് വിച്ച് ഡിഫറൻഷിയേറ്റ്സ് ഒരു സക്സസ്ഫുൾ ആവുന്ന പേഴ്സണും ഫെയിലിയർ ആവുന്ന പേഴ്സണും. ഈ സക്സസ്ഫുൾ ആയ പേഴ്സൺസും അവരും നമുക്ക് എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ഫിയറേ ഇല്ല എന്ന് പറഞ്ഞ് പോണ ആൾക്കാരല്ല. എല്ലാവരുടെ മൈൻഡിലും ഡീപ്പ് ഇൻസൈഡ് ആ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഒരു 100% ഗ്യാരണ്ടി ഞാൻ പാസ്സാവാൻ പോവാണ് എന്നുള്ളൊരു കോൺഫിഡൻസിൽ പോകുന്ന ആൾക്കാരില്ല. ബട്ട് ദെൻ വാട്ട് ഡിഫറൻഷിയേറ്റ്സ് സക്സസ്ഫുൾ ആവുന്ന ആൾക്കാരും ഫെയിലിയർ ആവുന്ന ആൾക്കാരും ഈസ്, നോ മാറ്റർ ആ ഫിയർ ഉണ്ടായിട്ട് പോലും നമ്മൾ എക്സാംസിന് അപ്പിയർ ആവാനുള്ള ആ ധൈര്യം കാണിച്ചു എന്നുള്ള എലമെൻ്റാണ്. വാട്ട് എവർ ഹാപ്പൻസ്, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രോബ്ലം സോൾവ് ആവാൻ പോകുന്നില്ല, പ്രോബ്ലം വേഴ്സ് ആവാനേ പോകുന്നുള്ളൂ. ആൻഡ് യു നെവർ നോ നിങ്ങൾക്ക് എഴുതി വെച്ച അറ്റംപ്റ്റ് ഏതാണ് എന്നുള്ളത്. നിങ്ങൾ പാസ്സാവണം എന്ന് നിങ്ങൾക്ക് എഴുതി വെച്ച അറ്റംപ്റ്റ്, ദാറ്റ് കുഡ് ബി ദിസ് വൺ. പ്ലസ് ദർ ആർ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഔട്ട് ദെയർ, പല റീസൺസ് കാരണം എഴുതാൻ ആഗ്രഹമുണ്ട്, ഈവൻ ദോ പ്രിപ്പറേഷൻസിൽ അവരതും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും, ബട്ട് സ്റ്റിൽ. പക്ഷേ പല ജെന്വിൻ റീസൺസ് കാരണം, ഹെൽത്ത് ഇഷ്യൂസും പല ഫാക്ടേഴ്സും, ഫാമിലി മെമ്പേഴ്സ് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം എഴുതാൻ പറ്റാത്ത ആൾക്കാർ, എനിക്ക് ഒരുപാട് മെസ്സേജസ് അങ്ങനെയും വരാറുണ്ട്. നമുക്കൊന്നും അവരോട് പറയാൻ പറ്റുന്നില്ല, ഹെൽത്ത് ഫോക്കസ് ചെയ്യുക എന്നുള്ളതേ പറയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ വെൻ നമുക്കിങ്ങനൊരു ബ്ലെസ്സിങ് കിട്ടിയിട്ട്, ഹെൽത്ത് ഉണ്ട്, നമ്മൾ എക്സാമിൽ രജിസ്ട്രേഷൻ അവിടെ പെർഫെക്റ്റ് ആണ്, എല്ലാം ഉണ്ടായിട്ട് നമ്മളായിട്ട് ഈ ഓപ്പർച്യൂണിറ്റി എനിക്ക് വേണ്ട എന്ന് മാറ്റി വെക്കുമ്പോൾ, ബി വെരി കെയർഫുൾ. നമുക്ക് ദൈവം തന്നൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ ഒഴിവാക്കുകയാണ്. റൈറ്റ് ദി എക്സാംസ് നോ മാറ്റർ വാട്ട് എവർ ഹാപ്പൻസ്. ഞാനിപ്പോൾ കുറച്ച് ദിവസം CA ഇൻ്റർമീഡിയറ്റ് എക്സാംസിൻ്റെ തിരക്കിലായിരുന്നു. ഇനിയിപ്പോൾ ഫൗണ്ടേഷനിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇന്ന് ഓൾറെഡി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് വേർ ബൈ ലോനെ പറ്റിയുള്ള നിങ്ങളെ കംപ്ലീറ്റ് ഡൗട്ട്സ്, എങ്ങനെയാണ് പ്രസൻറ്റേഷൻ, ടോപ്പിക്സിൽ എത്ര മാർക്സ് വരും, എന്തൊക്കെ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യണം, മാർക്സ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ഫുള്ള് ഞാൻ ഡിസ്കസ് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാം. ലെറ്റ് മീ നോ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള സബ്ജക്ട്സിനും, അക്കൗണ്ട്സിനും മാത്സിനും എക്കണോമിക്സിനും ഗൈഡൻസ് വേണോ എന്നുള്ളത്. അക്കോർഡിംഗ് ടു യുവർ റെസ്പോൺസ് അത് ഞാൻ ചെയ്യുന്നതായിരിക്കും. പ്ലസ് ലോ ആണ് ഭൂരിഭാഗം ആൾക്കാർക്കും വില്ലൻ. സോ വാട്ട് വിൽ വി ഡു ഫോർ ലോ? ഞാൻ ഒരു കോഴ്സ് തന്നെ ലോഞ്ച് ചെയ്യുക എന്നുള്ള പ്ലാനിലാണ്, വേർ ബൈ ഒരു ഇൻറ്റൻസീവ് മാരത്തോൺ വേർ ബൈ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും പക്ക കോൺസെപ്റ്റ്വൽ ക്ലാരിറ്റി തന്ന്, അതും കുറഞ്ഞ ടൈമിൽ, പ്ലസ് പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ് ഫുള്ള് നമുക്ക് മാക്സിമം ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് സോൾവ് ആക്കുന്ന രീതിയിലുള്ളൊരു കോഴ്സ് ലോഞ്ച് ചെയ്യാമെന്നുള്ള പ്ലാനിലാണ്. ആബ്സല്യൂട്ട്ലി ഫ്രീ. അതെൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അതിൽ കുറച്ച് ടെക്നിക്കൽ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. സോ ഐ വിൽ ബി മേക്കിംഗ് ഇറ്റ് അവൈലബിൾ അറ്റ് ദി ഏർലിയസ്റ്റ് പോസിബിൾ ആണെങ്കിൽ ഇന്ന് രാത്രി ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ മാക്സിമം ഇൻഷാ അല്ലാഹ് നാളത്തേക്ക് ഞാൻ അവൈലബിൾ ആക്കി തരും. അപ്പോൾ ഇറ്റ് വിൽ ബി അവൈലബിൾ ഓൺ മൈ വെബ്സൈറ്റ്.
cashanlusman.com എന്നുള്ള വെബ്സൈറ്റിൽ ഇഫ് യു ഹാവ് എനി കൺസേൺസ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കൽ ഇഷ്യൂസ് സംതിങ് ലീവ് മി എ മെസ്സേജ് ഓവർ ഹിയർ. ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. ബിസൈഡ്സ് ദാറ്റ് നമ്മളെ ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്, വെർബൈ ഓൾറെഡി തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ്, ഞാൻ ഓഫ്ലൈനും ഓൺലൈനും പഠിപ്പിക്കുന്ന സ്റ്റുഡൻസും ഇതിൻ്റെ സ്റ്റുഡൻസ് അല്ലാത്ത ആൾക്കാരും എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം സീരിയസ് ആയിട്ട് തന്നെ എല്ലാ ഡിസ്കഷൻസ് കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. മേക്ക് ഷുവർ നിങ്ങൾ ജോയിൻ ചെയ്യാം. ഇറ്റ് വിൽ ഓൾസോ ബി യൂസ്ഫുൾ. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് ഓൾ ഫോർ നൗ. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഒന്നുകൂടി ടെൻഷൻ അടിക്കേണ്ട, ഉഷാറാക്കി. നമ്മളും ഈ സ്റ്റേജസ് ഒക്കെ പോയത് തന്നെയാണ്. കുറേ നമുക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, ക്ലിയർ ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളതൊക്കെ. നമ്മൾ ചെയ്യാനുള്ള ഡ്യൂട്ടി നമ്മൾ വൃത്തിക്ക് ചെയ്യാൻ നോക്കുക. അതിലൊക്കെ എന്തൊക്കെ മിസ്റ്റേക്സും ഫോൾട്ടൊക്കെ എന്നാലും വരും. ബട്ട് സ്റ്റിൽ അൽഹംദുലില്ലാ ആരുടെയൊക്കെയോ പ്രേയേഴ്സും നമ്മളെ എഫേർട്ടും കാര്യങ്ങൾ കൊണ്ട് ടുഡേ ഐ എം സിറ്റിംഗ് ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓവർ ഹിയർ. ഐ എം വിഷിംഗ് ദിസ് സെയിം സക്സസ് ടു യു ആസ് വെൽ. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ബൈ.